हाय प्यारे बच्चों, सबको സൈലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് पर സ്വാഗതം करता हूं. മക്കളെ, എൻ്റെ പേര് ബാബു സാർ. നമുക്ക് ഹിന്ദിയുടെ ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ബോർഡ് എക്സാമുകളൊക്കെ വന്നു തുടങ്ങുന്നു. നമുക്ക് നേരത്തെ കാലേക്കൂട്ടി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മക്കളെ, നമുക്ക് പഠിക്കാനുള്ളത് പരീക്ഷയിൽ നമുക്ക് 80 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള ബുക്കിൽ നിന്ന് പദ്യഖണ്ഡിൽ നിന്ന് നമുക്ക് പദ്യഭാഗത്തിൽ നിന്ന് 1 മാർക്കിൻ്റെ 7 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ, അങ്ങനെ 1 മാർക്കിൻ്റെ 7 ചോദ്യവും 3 മാർക്കിൻ്റെ 2 ചോദ്യം 6 മാർക്കിനും ചോദിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഗദ്യഖണ്ഡ് എന്നാണ് വരുന്നത്. അത് 1 മാർക്കിൻ്റെ 7 ചോദ്യം വരുന്നു, 7 മാർക്ക്. 3 മാർക്കിൻ്റെ 2 ചോദ്യം വരുന്നു, 6 മാർക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ദ്വിതീയ ഭാഷാ പാഠഭാഗം 3 എണ്ണം വരുന്നു. അതിൽ നിന്ന് 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വരും. അങ്ങനെ 6 മാർക്ക് അതിന് വരുന്നുണ്ട്. ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ഭാഗത്ത് നിന്ന് വരുന്നത് 32 മാർക്കാണ് വരുന്നത്. ഓക്കെ മക്കളെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യാകരൺ ഭാഗത്തേക്ക് പോയി നോക്കുക. വ്യാകരൺ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പദബന്ധ് എന്ന് പറയുന്ന ഭാഗം, പദബന്ധ് ഗ്രാമർ, നമുക്ക് 5 ചോദ്യം വരും. 4 എണ്ണം എഴുതണം, 4 മാർക്ക്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക്. സമാസ് ചോദിക്കുന്നു, 5 ചോദ്യം ചോദിക്കും, 4 എണ്ണം എഴുതണം, അതിന് 4 മാർക്ക്. ഓക്കെ, രചനാ കെ ദൃഷ്ടി സേ വാക്യഭേദ് 5 ചോദ്യം തരും, 4 എണ്ണം എഴുതണം, 4 മാർക്ക്. പിന്നെ മുഹാവരെ 6 എണ്ണം തരും, അതിൽ 4 എണ്ണം എഴുതണം, 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ 16 മാർക്ക് ഗ്രാമർ ഭാഗത്തുനിന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്നത് മൂന്നാമത് അപഠിത് ഗദ്യാംശ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനില്ലാത്ത പാഠഭാഗം ജനറൽ ആയിട്ടുള്ള 2 ലേഖനം തരും. അതിൽ നിന്ന് ഒരു ലേഖനത്തിൽ നിന്ന് 1 മാർക്കിന് 5 ക്വസ്റ്റ്യൻ, മറ്റൊരു ലേഖനം തരും, അതിൽ 1 മാർക്കിന് 5 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 10 മാർക്കിന് പഠിക്കാനില്ലാത്ത പാഠഭാഗങ്ങൾ, അത് ജനറൽ ആയിട്ടുള്ള 2 എസ്സേ തന്നിട്ട് അതിൽ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 5 എണ്ണം തരും, അതിൻ്റെ ആൻസർ തരും. ഓക്കെ, അങ്ങനെ 2 പാഠഭാഗം 2 ലേഖനം വരുന്ന സമയത്ത് 10 മാർക്ക് അങ്ങനെ വരും. ഓക്കെ, പിന്നെ നമുക്ക് കൂടാതെ അനുച്ഛേദ ലേഖൻ 5 മാർക്കിൻ്റെ 1 എണ്ണം വരും. നമുക്ക് പത്രലേഖൻ 5 മാർക്കിൻ്റെ 1 എണ്ണം വരും. സൂചനാലേഖൻ 4 മാർക്കിൻ്റെത് 1 വരും. പിന്നെ വിജ്ഞാപൻ ലേഖൻ നമുക്ക് 3 മാർക്കിൻ്റെത് 1 വരും. പിന്നെ ലഘുകഥാ ലേഖൻ ഇമെയിൽ ലേഖൻ 2 ഏതെങ്കിലും 1 5 മാർക്കിൻ്റെ 1 വരും, 5 മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് ടോട്ടൽ വരുന്നത് 32 മാർക്ക്. പിന്നെ നമുക്ക് ഗ്രാമർ ഭാഗത്തും 16 മാർക്ക്. പിന്നീട് നമുക്ക് വരുന്ന ആക്ടിവിറ്റീസ് ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്നത് 32 മാർക്ക്. അങ്ങനെ ടോട്ടൽ 80 മാർക്കാണ് നമുക്ക് വരുന്നത്. 80 മാർക്ക്. ഈ 80 മാർക്ക് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട വ്യാകരണ ഭാഗങ്ങളിൽ പദബന്ധ്, സമാസ്, രചനാക്യ ദൃഷ്ടിസെ, വാക്യഭേദ്, മുഹാവരെ, ഇത്രയും ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായി ഓരോന്നോരോന്നെടുത്ത് നമ്മൾ പഠിച്ച് സെറ്റാക്കി നമ്മൾ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ സെറ്റായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പദബന്ധാണ്. എന്താണ് പദബന്ധ്, എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുക. നമ്മൾ പഠിക്കാനുള്ള പദബന്ധാണ്. പദബന്ധിൻ്റെ 5 ചോദ്യം തരും, 4 എണ്ണം നിങ്ങൾ എഴുതണം, 4 മാർക്ക് കിട്ടും. കാര്യം സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. നമുക്ക് പരീക്ഷയിൽ വരുന്ന ഒരു ചോദ്യം ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനെയോ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ചോദ്യമാണ്. നോക്കൂ മക്കളെ, ജംഗൽ മേ രഹനെ വാല പശു എന്ന വാക്യത്തിൽ ഒരു വാക്യം തന്നിരിക്കുന്നു. ജംഗൽ മേ രഹനെ വാല പശു യഹാം പാനി പീനെ ആത്തെ ഹെ. കാട്ടിൽ വസിക്കുന്ന മൃഗം ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. ഇവിടെ ജംഗൽ മേ രഹനെ വാല പശു എന്നുള്ളവരെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. രേഖാങ്കിത് പദബന്ധ് കാ ഭേദ് കോൻസാഹേ. അടിയിൽ വരച്ച പദബന്ധത്തിന്റെ ഭേദം ഉണ്ട്, അതിലേത് ഭേദത്തിൽ പെടുന്നു എന്നാണ്. കുറെ ഭേദങ്ങളുണ്ട്, എത്ര ഉണ്ട് എന്നൊക്കെ പഠിക്കാം. ഏത് വരുന്ന സഖ്യ പദബന്ധ്, സർവനാം പദബന്ധ്, വിശേഷൺ പദബന്ധ്, ക്രിയാപദബന്ധ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്രിയാവിശേഷണ പദബന്ധു നമുക്കുണ്ട് പഠിക്കാൻ. അപ്പോൾ ഇതിലേതാണ് ABCD 4 തരും. ഇതിൻ്റെ ആൻസർ ജംഗൽ മേ രഹനെ വാല പശു എന്നത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പദബന്ധ ഭേദങ്ങളിൽ ഏതിൽ വരുന്നു വെച്ചാൽ നമുക്ക് ഉത്തരം പറയാനുള്ളത് സഖ്യാപദബന്ധ് വരുന്നു എന്നാണ്. അപ്പോൾ ചോദിക്കൂ സാർ, എങ്ങനെയാണ് ഈ സഖ്യാപദബന്ധ് നമ്മൾ സെലക്ട് ചെയ്തത്? സഖ്യാപദബന്ധ് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് എന്നാണ്. ആ സഖ്യാപദബന്ധ് നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ കാരണം ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ, ഈ സെന്റൻസ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജംഗൽ മേ രഹനെ വാല പശു. ആ സെന്റൻസിലെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുക, പശു യഹാം പാനി പീനെ ആത്തെ ഹെ. പശു ഇവിടെ, മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു, മൃഗം ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. അത്ര തന്നെ ആ വാക്യമുള്ളൂ. ആ വാക്യത്തിന് പിറകെ കൊടുത്തിരിക്കുന്നത് ജംഗൽ മേ രഹനെ വാല എന്നാണ്, കാട്ടിൽ വസിക്കുന്ന എന്നാണ്. അപ്പോഴും പശു തന്നെയല്ലേ?
പശു ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. പശു മീൻസ് മൃഗം. മൃഗം ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. ജംഗൽമേ രഹനെ വാല പശു, കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴും മൃഗങ്ങൾ എന്ന് തന്നെയാണ്. മൃഗം ഒരു നൗണാണ്. അതുപോലെ നൗണുമായി ബന്ധപ്പെട്ട പദബന്ധങ്ങളാണ് ബാക്കിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സഖ്യാ പദബന്ധ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് എന്ന് അടിയിൽ വരച്ച സെൻറ്റൻസിലെ അടിയിൽ വരച്ച ഭാഗം നോക്കിയിട്ട് അത് സഖ്യാപദബന്ധാണോ, സർവനാമ പദബന്ധാണോ, വിശേഷണ പദബന്ധാണോ, ക്രിയാപദബന്ധാണോ, വിശേഷൺ പദബന്ധാണോ എന്ന് നോക്കി മനസ്സിലാക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കുറേ നോളജാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഏത് വേണം വന്നോട്ടെ ഉത്തരം ഈസിയായി നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ആദ്യം പദബന്ധിലേക്ക് നോക്കാം. പദബന്ധ് എന്താണ്? പദബന്ധ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പൊന്നുമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് वर्ण से, ध्वनि से वर्ण, वर्ण से शब्द, शब्द से पद, पद से वाक्य, वाक्य से अनुच्छेद, अनुच्छेद से पाठ. ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്ക്. ധ്വനി, വർണ്ണ, ശബ്ദ, പദ്, വാക്യ, അനുച്ഛേദ്, പാട്. ഇതാദ്യം മനസ്സിലാക്കുക. ധ്വനി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന വ്യത്യസ്തങ്ങളായ ഓരോരോ ധ്വനികളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടയാളങ്ങൾ അഥവാ ചിഹ്നങ്ങളെയാണ് അക്ഷരങ്ങൾ അഥവാ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ധ്വനികളിൽ നിന്നാണ് എന്തുണ്ടായത്? വർണ്ണമുണ്ടായത്. ഇങ്ങനെയുള്ള വർണ്ണങ്ങൾ, അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഹിന്ദിയിൽ ശബ്ദ വാക്കുകൾ ഉണ്ടാക്കുന്നത്. ഈ വാക്കിൽ നിന്നാണ് പദം ഉണ്ടാവുന്നത്. പദങ്ങൾ ചേർത്താണ് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുന്നത്. വാക്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അനുച്ഛേദ്, പാരഗ്രാഫുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള പാരഗ്രാഫുകൾ ചേർത്താണ് നമ്മളൊരു പാഠം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിൽ ആദ്യം ഓർമ്മ വേണം. ഇനി നമ്മൾ പദബന്ധം എന്താണ് മനസ്സിലാക്കാൻ പോകുന്നതിന് മുൻപ് ശബ്ദം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ശബ്ദം? നമ്മൾ നേരത്തെ പറഞ്ഞു ധ്വനീസേ വർണ്ണ്, ധ്വനിയിൽ നിന്ന് വർണ്ണം ഉണ്ടാകുന്നു, വർണ്ണത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. ശബ്ദം എന്നാണ് പദം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശബ്ദം പഠിക്കുക. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരവും കെ സാർത്ഥക്, അക്ഷരങ്ങളുടെ അർത്ഥവത്തായതും അവർ അതുപോലെ തന്നെ സ്വതന്ത്ര ഇക്കായിക്കോ, സ്വതന്ത്രമായ യൂണിറ്റിനെയാണ് ശബ്ദ കഹത്തെ ഹെ, ശബ്ദം എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ എഴുതി വെച്ച് മുകളിൽ വരയം വരച്ച് അതിന് അർത്ഥമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും അക്ഷരങ്ങൾ പെറുക്കി വെച്ച് മുകളിൽ വരച്ചിട്ട് നമ്മളത് ഒരു ഹിന്ദി ശബ്ദം, ഹിന്ദിയിൽ ഭാഷയിൽ നിലവിൽ ഉപയോഗിക്കുന്ന അർത്ഥമുള്ള അക്ഷരക്കൂട്ടങ്ങളെയാണ് നമ്മൾ ശബ്ദം എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ അർത്ഥവത്തായ സമൂഹത്തെ ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ജൈസെ ലഡ്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, കിതാബ് പുസ്തകം, കലം, പേന, ബച്ച, കുട്ടി, ഇതൊക്കെ അക്ഷരങ്ങളുടെ അർത്ഥവത്തായ കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാം? നമുക്ക് ശബ്ദം എന്ന് പറയാം. അപ്പോൾ ശബ്ദം എന്താണ് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മുടെ ശബ്ദത്തിൽ നിന്ന് നമ്മൾ പദം മനസ്സിലാക്കണം. എന്താണ് പദ്? ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പദം എന്താണ്? പദം എന്താണ്? ശബ്ദത്തിൽ നിന്നാണ് പദം ഉണ്ടാകുന്നത്. അതെന്താണ്? അതായത് ജബ് എപ്പോഴെങ്കിലും കോയി ശബ്ദ്, ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളുടെ അർത്ഥവത്തായ സമൂഹമാകുന്ന ശബ്ദത്തെ വാക്യോമേ പ്രयोग होता है, വാക്യോമേ പ്രയുക്ത होता है, വാക്യത്തിലേക്ക് പ്രയോഗിക്കുന്നുവോ, തോ വ സ്വതന്ത്ര ഇക്കായി നഹി ഹോത്തെ, അപ്പം അത് ഫ്രീഡമുള്ള ഒരു യൂണിറ്റ് അല്ല. നേരത്തെ ലഡ്ക, ബച്ച, ഗോഡ എന്ന് പറഞ്ഞാൽ അത് അപ്പുറം ഇപ്പുറം ഹിന്ദി വാക്കില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വാക്കുകളാണ്, അത് ഫ്രീഡം വാക്കുകളാണ്. എന്നാൽ അത് സെൻറ്റൻസിലേക്ക് ഏറ്റുന്ന സമയത്ത് അത് വേറെ വാക്കുകൾ കൊണ്ട് ബന്ധങ്ങളിലായി മാറുന്നു. അപ്പോഴത് സ്വതന്ത്ര ഇക്കായി നഹി ഹോത്തെ, സ്വതന്ത്രമായ യൂണിറ്റ് അല്ല. ഓക്കെ, ഇസ്ലി ഇതുകൊണ്ട് ഉസേ പദ് കഹത്തെ, അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? പദം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ സെൻറ്റൻസിലേക്ക് കയറ്റി കഴിഞ്ഞാൽ സെൻറ്റൻസിലെ ഓരോ വാക്കിനെയും നമ്മൾ പദ് എന്നാണ് പറയുക. എന്നാൽ സെൻറ്റൻസിൽ നിന്ന് മാറ്റി ഓരോ വാക്കുകൾ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ ശബ്ദം എന്ന് പറയും. അപ്പോൾ നോക്ക്, അർത്ഥാത് അതായത് വാക്യമേ പ്രയുക്ത് ശബ്ദക്കു, അതായത് സെൻറ്റൻസിൽ പ്രയോഗിക്കുന്ന വാക്കിനെ, ശബ്ദത്തെ പദ് കഹത്തെ, സെൻറ്റൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പദ് എന്ന് പറയാൻ പാടില്ല, അതിന് ശബ്ദം എന്ന് പറയാൻ പാടില്ല, അതിന് നമ്മൾ പദ് എന്ന് പറയാൻ പറ്റൂ. ഉദാഹരണം നോക്ക്, ലഡ്ക എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ അതെന്താണ്? ശബ്ദമാണ്. കിതാബ് എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ അതെന്താണ്? ശബ്ദമാണ്. പഠിത്താഹെ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാശബ്ദമാണ്. ഓക്കെ, എന്നാൽ ലഡ്ക, കിതാബ്, പഠിത്താഹെ എന്ന് പറയുന്ന 3 ശബ്ദങ്ങൾ നിരത്തി വെക്കുമ്പോൾ അതൊരു സെൻറ്റൻസായി. ഇത് ഒരു ആശയം രൂപപ്പെട്ടു. ഇതിൽ ലഡ്ക എന്ന് പറയുന്നൊരു പദമാണ്, കിതാബ് എന്ന് പറയുന്നത് മറ്റൊരു പദമാണ്, പഠിത്താഹെ എന്ന് പറഞ്ഞ 3 പദമാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ 3 പദങ്ങളാണുള്ളത്, അല്ലാതെ 3 ശബ്ദങ്ങൾ എന്ന് പറയാൻ പാടില്ല. ശബ്ദങ്ങൾ എന്ന് പറയണമെങ്കിൽ സെപ്പറേറ്റ് ഓരോരോ വാക്കുകളായിരിക്കണം. അപ്പോൾ മക്കളെ, അക്ഷരങ്ങളുടെ അർത്ഥവത്തായ ധ്വനിയിൽ നിന്ന് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു. അക്ഷരങ്ങളുടെ അർത്ഥവത്തായ സമൂഹത്തെ നമ്മൾ ശബ്ദം എന്ന് പറയുന്നു. ശബ്ദങ്ങൾ കൊണ്ട് സെൻറ്റൻസിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ ഓരോ ശബ്ദങ്ങളെയും നമ്മൾ പദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പദബന്ധം എന്താണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പദങ്ങൾ എങ്ങനെ പദബന്ധമായി മാറുന്നു നോക്കണം. ശ്രദ്ധിച്ചോളൂ, നോക്കൂ. ഏക സേ അധിക പദോങ്കെ, ഒന്നിൽ അധികം പദങ്ങളുടെ യോഗ സേ കൂടിച്ചേരൽ കൊണ്ട്
ബനേ വാക്യാംശക്കോ ഉണ്ടായിത്തീരുന്ന വാക്യാംശത്തെ ഏക ഹി പതുക്ക കാം കർത്താത്തോ, പക്ഷേ അത് ഒരേ ഒരു വാക്കിന്റെ അർത്ഥമേ തരുന്നുള്ളൂ. കുറേ വാക്കുകൾ കൂടി ചേർന്നു, പക്ഷെ അപ്പോഴും ഒരു വാക്കിന്റെ അർത്ഥമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഉസേ പദബന്ധ് കഹത്തെ ഹേ, അതിനെ പദബന്ധം എന്ന് പറയും. ഉദാഹരണം നോക്കിയോ, മോഹൻ ജൈസെ ഉദാഹരണം, മോഹൻ സാമനെ വാലെ മൈതാൻ മേ ഖേൽത്തെ ഹേ, മോഹൻ മുൻപിൽ കാണുന്ന മൈതാനത്തിൽ കളിക്കുന്നു. ഈ സെന്റൻസ് ഒന്ന് സൂക്ഷ്മമായി ഇത് നോക്കിയേ. മോഹൻ എന്ന് പറയുന്നതും മൈതാൻ മേ ഖേൽത്തെ ഹേ എന്ന് പറഞ്ഞ സെന്റൻസ് ഉള്ളൂ. മോഹൻ മൈതാൻ മേ ഖേൽത്തെ ഹേ, മോഹനൻ മൈതാനത്തിൽ കളിക്കുന്നു. മുൻപിൽ കൊടുത്തിരിക്കുന്നു സാമനെ വാലെ എന്ന് കൊടുത്തിരിക്കുന്നു. ഈ മൈതാൻ എന്ന് പറയുന്ന വാക്കിന്റെ പിറകിലാണ് സാമനെ വാലെ കൊടുത്തത്. സാമനെ വാലെ മൈതാൻ, മുൻപിൽ കിടക്കുന്ന മൈതാനത്തിൽ, മോഹനൻ മുൻപിൽ കിടക്കുന്ന മൈതാനത്തിൽ കളിക്കുന്നു എന്ന് പറയുന്നതും മോഹനൻ മൈതാനത്തിൽ കളിക്കുന്നു എന്ന് പറയുന്നതും ഏതാണ്ട് വലിയ അർത്ഥ വ്യത്യാസമല്ല. മോഹനൻ മൈതാനത്തിൽ കളിക്കുന്നു എന്ന് മാത്രമേ ആശയം ഇതിന് വരുന്നുള്ളൂ. പക്ഷേ സാമനെ വാലെ എന്നുള്ള വാക്ക് മൈതാനത്തിന്റെ പിറകിൽ ചേർത്തപ്പോൾ ഇതെന്തായി? പദബന്ധായി. അപ്പൊ സാമനെ വാലെ മൈതാൻ എന്നത് മുൻപിൽ കിടക്കുന്ന മൈതാനം എന്നുള്ളതിൽ സാമനെ വാലെ എന്നുള്ളതാണ് ഇതിനകത്തുള്ള പദബന്ധം. പ്രത്യേകിച്ച് അർത്ഥ വ്യത്യാസമൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. മുൻപിൽ കിടക്കുന്ന മൈതാനത്തിൽ കളിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്ത് തന്നെയാണ്? മോഹനൻ മൈതാൻ മേ ഖേൽത്തെ, മൈതാനത്തിൽ കളിക്കുന്നു എന്ന സെന്റൻസിന് അടിസ്ഥാനപരമായി വലിയ മാറ്റമൊന്നും വരാതെ രണ്ട് വാക്കം കൊണ്ട് കയറി ചെന്നു. സാമനെ വാലെ, മുൻപിൽ കിടക്കുന്ന മൈതാനത്തിൽ. അപ്പോൾ സാമനെ വാലെ എന്ന് പറയുന്നത് ഈ സ്ഥലം എന്ന് പറയുന്ന നൗണിനെ കണക്ട് ചെയ്യുന്ന വാക്കായതുകൊണ്ട് നമ്മൾ ഇതിനെ, ഈ വാക്കിനെ സാമനെ വാലെ എടുത്തു കഴിഞ്ഞാലും അർത്ഥം ഏതാണ്ട് അങ്ങനെയാണ്, ഇത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അങ്ങനെയാണ്. സാമനെ വാലെ മുൻപിലുള്ള എന്നൊരർത്ഥം വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷെ പ്രധാനമായിട്ട് വലിയ ഘടനയിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഈ സാമനെ വാലെ എന്നുള്ളത് പദബന്ധാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പദബന്ധിന്റെ പ്രത്യേകത നോക്കുക. പദബന്ധം എന്താണ്? പദ് ഓർ പദബന്ധമേ അന്തർ, പദവും പദബന്ധവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കണം. നമ്മൾ പദ് പറഞ്ഞു, ഒരു വാക്കിനെ ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിനെ ശബ്ദമെന്നും, അതിനെ ഒരു സെന്റൻസിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ അതിനെ നിരവധി ശബ്ദങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, നിരവധി പദങ്ങൾ എന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഇരിക്കുമാണ് പദവും പദബന്ധവും ഉണ്ടാവുന്നത്. എന്താണ് പദവും പദബന്ധവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. മോഹൻ സോത്താഹെ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് പദങ്ങളുണ്ട്. മോഹൻ എന്നുള്ളതും സോത്താഹെ എന്നുള്ളതും ഒരു പേരാണ്, ഒന്ന് വെർബാണ്. ഓക്കെ, അപ്പോൾ അത് പദവാക്യമാണ്, അത് പദവാക്യമാണ്. ഇതെന്താണ്? പദവാക്യമാണ്. എന്നാൽ രാമു കാ ഭായി മോഹൻ സോത്താഹേ, രാമുവിന്റെ സഹോദരനായ മോഹൻ ഉറങ്ങുന്നു, അത് പദബന്ധാണ്. ഇവിടെ മോഹൻ സോത്താഹേ എന്നാണ്, അതേ മോഹൻ സോത്താഹയാണ് നമ്മൾ അടിയിൽ എഴുതിയത്. ഒന്നാമത്തെ വാക്യത്തിൽ മോഹൻ സോത്താഹേ, മോഹൻ ഉറങ്ങുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ഇതില്ല എങ്കിൽ എന്താണ് അർത്ഥം? മോഹൻ ഉറങ്ങുന്നു. എന്നാൽ ഇവിടെ അപ്പോഴും ഒന്നാമത്തെ വാക്യത്തിൽ മോഹൻ ഉറങ്ങുന്നു, രണ്ടാമത്തെ വാക്യത്തിൽ മോഹൻ ഉറങ്ങുന്നു. പക്ഷേ രണ്ടാമത്തെ വാക്യത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആളിൻ്റെ ഒന്നാമത്തെ മുകളിലെ സെന്റൻസിൻ്റെ പിറകിൽ, ഈ സെന്റൻസിൻ്റെ പിറകിൽ നമ്മൾ കുറച്ച് 3 ശബ്ദങ്ങൾ വെച്ചു, 3 വാക്കുകൾ വെച്ചു. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? രാമു കാ ഭായി, രാമുവിൻ്റെ സഹോദരനായ മോഹൻ ഉറങ്ങുന്നു. അപ്പോഴും രാമുവിൻ്റെ സഹോദരനല്ല ഉറങ്ങുന്നത്, മോഹൻ തന്നെയാണ് ഉറങ്ങുന്നത്. ഈ സെന്റൻസിൽ മോഹൻ ഉറങ്ങുന്നു, ഈ സെന്റൻസിൽ മോഹൻ ഉറങ്ങുന്നു എന്നാണ്. പക്ഷേ ഇത് പദമാണ്, രണ്ടെണ്ണവും സെപ്പറേറ്റ് 2 പദങ്ങളാണ്. ഇവിടെ 2 സെപ്പറേറ്റ് പദങ്ങൾക്ക് പുറമേ ഇതേ മോഹൻ എന്ന് പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് മാത്രം അർത്ഥം വരുന്ന 2-3 വാക്കുകൾ രാമു കാ ഭായി എന്നുള്ളത് കേടിച്ചേർന്നു. അപ്പോൾ ഈ സെന്റൻസിന്, ഈ വാക്യത്തെ പദബന്ധ വാക്യമെന്നും ഒന്നാമത്തേനെ പദവാക്യമെന്നും നമ്മൾ പറയും. ഓക്കെ, ഇപ്പൊ പദവും പദബന്ധവും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? മോഹൻ സോത്താഹേ അത് പദമാണ്. രാമുവിന്റെ സഹോദരൻ മോഹനൻ സോത്താഹേ, ഇതിൽ രാമുവിന്റെ സഹോദരൻ എന്ന് പറയുന്നത് പ്രധാന വാക്യത്തിന്റെ പിറകിൽ ഒട്ടിച്ചേർത്തിരിക്കുന്ന ആ വാക്കാണ്. ഇതിന് പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസമൊന്നും വരുന്നില്ല. എന്നാൽ മോഹൻ എന്നുള്ളതിന്റെ പിന്നിൽ അണിനിരക്കുന്നു, അതിന് വേറെ അർത്ഥങ്ങൾ വരുന്നില്ല. അപ്പോഴും ഉറങ്ങുന്നത് മോഹനൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പദബന്ധ് വാക്ക് എന്നാണ് പറയാം. അപ്പോൾ പദവും പദബന്ധവും നമ്മൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത്, പദബന്ധങ്ങൾ ഇതുപോലെ എത്ര ഭേദങ്ങളുണ്ട് എന്നാ? പദബന്ധക്ക് 5 ഭേദ ഹോത്തായ, പദബന്ധങ്ങൾ ഇങ്ങനെ 5 തരത്തിലെ പദബന്ധങ്ങളുണ്ട്. ഏതൊക്കെ? സഖ്യ പദബന്ധ്, നൗണുമായി പദബന്ധം, സർവനാം പദബന്ധ്, സർവനാമയുള്ള പദബന്ധം, വിശേഷൻ പദബന്ധ്, അഡ്ജക്റ്റീവായുള്ള പദബന്ധം, ക്രിയാവിശേഷൻ അല്ലേ, വെർബുമായി ബന്ധപ്പെട്ട പദബന്ധം, ക്രിയാവിശേഷൻ പദബന്ധ് അല്ലേ, ക്രിയാവിശേഷൻ പ്രവർത്തനത്തിന്റെ അഡ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട പദബന്ധം. ഇങ്ങനെ പദബന്ധങ്ങളെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പരീക്ഷയിൽ ആദ്യം തന്നതുപോലെ ഒരു സെന്റൻസ് തന്നതിന് ശേഷം ഇത് ഏത് പദബന്ധത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഓരോ പദബന്ധവും എങ്ങനെയാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഏത് ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സഖ്യ പദബന്ധ് ഒന്നാമത്തേത് നോക്കാം. കേട്ടോ മക്കളെ, എന്താ ഇതിന്റെ ഡെഫിനിഷൻ?
സഖ്യ പദ് കി ജഗ പർ നൗൺ വാക്കിന്റെ സ്ഥലത്ത് പ്രയുക്ത് ഹോനെ വാലെ പ്രയോഗിക്കുന്ന പദബന്ധത്തെ സഖ്യ പദബന്ധ് കാലാത്ത ഹേ. സഖ്യ പദബന്ധം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നോക്കിയോ, അതായത് ഒരു നൗണിന്റെ പിറകിൽ കുറെ വാക്കുകൾ വെച്ചാൽ അതിനെ സഖ്യ പദബന്ധം എന്നാ പറയാ. ഉദാഹരണം നോക്കിയോ, इसमें शीर्ष पद സഖ്യ പദ് होता है. ഇതിൽ പ്രധാനപ്പെട്ട ശീർഷ എന്ന ഹെഡ് മെയിൻ വാക്ക് എന്തായിരിക്കും? സഖ്യ പദബന്ധം होता है, സഖ്യായിരിക്കും. സഖ്യാപദ് ശേഷപദ് ആശ്രിത് ബി होता है, പിന്നീട് വരുന്ന ആശ്രിതമായിരിക്കും. നോക്ക്, സഭ്യ പുരുഷ് എന്നൊരു സെന്റൻസ് നമ്മൾ എടുക്കുക. സഭ്യ പുരുഷ് എന്ന് പറയുന്ന വാക്കിൽ 2 ശബ്ദമാണുള്ളത്. പക്ഷേ അതിന് ഒറ്റയ്ക്കാണെങ്കിലേ ശബ്ദം എന്ന് പറയാവൂ. ഇങ്ങനെ വരുമ്പോൾ അത് രണ്ടും പദമാണ്. ഓക്കെ, പദമാണ്, ഇത് പദബന്ധവുമാണ്. പദബന്ധം എങ്ങനെ? സഭ്യ പുരുഷ്, സംസ്കാരമുള്ള പുരുഷൻ. അപ്പോഴും പുരുഷൻ എന്ന അർത്ഥമാണ് പ്രാധാന്യം വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മെയിൻ വേർഡ് ഏതാണ്? പുരുഷ് എന്നുള്ളതാണ്. അണ്ടർലൈൻ ചെയ്ത വാക്കാണ് ശീർഷപദ്. ഓക്കെ, അത് എന്താണെന്നറിയോ? സഖ്യാപദാണ്. അത് ഇസ്മേ സഖ്യാപദ്. പുരുഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് നൗണാണ്. സഭ്യ എന്ന് പറയുന്നത് ഒരു നൗൺ അല്ല, അതൊരു വസ്തുവോ വ്യക്തിയോ ജീവിയോ സാധനമൊന്നുമല്ല, അതൊരു വിശേഷണമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയത്ത് പുരുഷൻ എന്ന് പറയുന്ന നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ നമ്മൾ നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് സഖ്യാപദബന്ധ് എന്നാണ് പറയുന്നത്. സുന്ദർ ഫൂൽ, ഇതിൻ്റെ അകത്ത് പൂവിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, നൗണിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഖ്യാപദബന്ധ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് നോക്കിയോ, ബഹ്താ ഹുവ പാനി, ഒഴുകുന്ന വെള്ളം. വെള്ളത്തിനെയാണ് വിശേഷിപ്പിച്ച് നൗണാണ്. അതുകൊണ്ട് ബഹ്താ ഹുവ എന്നുള്ളതിൽ ബഹ്താ ഹുവ പാനി, ഇതിൽ ഇത് എന്താണ്? നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇത് സഖ്യാപദബന്ധാണ് ബഹ്താ ഹുവ എന്നുള്ളത്. തക്കാ ഹുവ മസ്ദൂർ, ക്ഷീണിച്ച അവശനായ തൊഴിലാളി. തൊഴിലാളി എന്ന അർത്ഥം വരുന്നു, അതിനെ തക്കാ ഹുവ ക്ഷീണിച്ച എന്ന വാക്ക് ചേർത്തു. അപ്പോൾ മസ്ദൂർ എന്ന തൊഴിലാളിയോട് ചേർന്ന് കിടക്കുന്ന പദമായതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇതിനെ നമ്മൾ സഖ്യാപദബന്ധം എന്ന് പറയുന്നു. അപ്പോൾ ഇത് സഖ്യാണ്, നൗണാണ്. ഫൂല് നൗണാണ്. പാനി നൗണാണ്. മസ്ദൂർ നൗണാണ്. അവയ്ക്കൊന്ന് ക്വാളിറ്റി കൂട്ടാനോ ഒന്ന് ബലം കൂട്ടാനോ അവനെ കുറച്ച് ഭംഗി കൂട്ടാനോ പ്രത്യേകിച്ച് വേറൊരു അർത്ഥമൊന്നും വരാത്ത രീതിയിൽ ഇതിനെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പിറകിൽ ചേർത്ത് കൊടുക്കുന്ന വാക്കുകളെ നൗണിൻ്റെ പിറകിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകളെ നമുക്ക് സഖ്യാപദബന്ധം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ നോക്ക്. സഖ്യാപദബന്ധത്തിന് ഉദാഹരണങ്ങൾ: സാമനെ വാലെ മക്കാൻ മേ രഹ്നെ വാല വ്യക്തി, തൊട്ട് മുൻപിൽ കിടക്കുന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്ന വ്യക്തി. ആജ് ഘർ ചലാ ഗയ, ഇവിടെ സെന്റൻസ് ഇത്രയേ ഉള്ളൂ. വ്യക്തി ആജ് ഘർ ചലാ ഗയ, ആ വ്യക്തി ഇന്ന് വീട്ടിൽ പോയി. ആ വ്യക്തിയുടെ പിറകിൽ കുറേ ഹിന്ദി വാക്ക് വെച്ചിരിക്കുന്നു. സാമനെ വാലെ മക്കാൻ മേ രഹ്നെ വാല, മുൻപിലെ കെട്ടിടത്തിൽ താമസിക്കുന്ന. അപ്പോഴും ആര് തന്നെ? വ്യക്തി തന്നെ. അപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ നൗണിൻ്റെ പിറകിൽ അണിനിരക്കുന്ന ഈ വാക്കുകളെ നമ്മൾ ഇത് സഖ്യ ആയതുകൊണ്ട് സഖ്യാപദബന്ധം എന്ന് പറയുന്നു. ഇനി നാഗരിക ഹി സച്ചേ ദേശഭക്തി, പൗരൻ. നാഗരിക എന്ന് പറഞ്ഞാൽ പൗരൻ, ഓരോ പൗരനും. നാഗരിഹി, ഓരോ പൗരനും. സച്ചേ ദേശഭക്തി, നല്ല ദേശഭക്തനാണെന്ന സെന്റൻസ്. ആ നാഗരിക എന്ന് പറഞ്ഞ നൗണിൻ്റെ പിറകിൽ വേറെ കുറേ പദങ്ങൾ ചേർത്തു. ദേശ് കെ ഹിത് കി ബാത്ത് സോച്ചിനെ വാലെ, രാജ്യത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നാഗരികൻ മാത്രമാണ് സച്ചേ ദേശഭക്ത്, നല്ല ദേശഭക്തൻ. അപ്പോഴും നാഗരികന്റെ പിറകിൽ കുറേ വാക്കിനർത്ഥം. അപ്പോഴും നാഗരികനാണ് പ്രാധാന്യം. പഹരേദാർ ബീമാർ ഹോഗയ, സെക്യൂരിറ്റി, കാവൽക്കാരൻ രോഗിയായി മാറി. ആ കാവൽക്കാരന്റെ പിറകിൽ വേറെ കുറെ നമ്മൾ വെക്കുന്നു. രാത്മേ പഹരാദേനെ വാല, രാത്രിയിൽ സെക്യൂരിറ്റി പണി ചെയ്യുന്ന പഹരേദാർ, സെക്യൂരിറ്റി ബീമാർ ഹോഗയ, രാത്രിയിൽ കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ രോഗിയായി മാറി. അപ്പോഴും കാവൽക്കാരൻ രോഗിയായി മാറി എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ. കമരമേ രോത്താ ഹുവ ബാലക് സോഗയ, ബാലക് സോഗയ, ബാലൻ ഉറങ്ങി. അതിന് കമരമേ രോത്താ ഹുവ, റൂമിൽ കരഞ്ഞുകൊണ്ടിരുന്ന ബാലക് സോഗയ, ബാലൻ ഉറങ്ങിപ്പോയി. അപ്പോഴും ബാലൻ ഉറങ്ങി എന്ന് തന്നെയാണ്, ബാലക് ഉറങ്ങി എന്നാണ്. പശു യഹാം പാനി പീനെ അത്തേ, നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം. മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ, പാത്തേ ഹൈ എന്നതുകൊണ്ട് മൃഗങ്ങൾ എന്നാ. പശുവിൻ്റെ ബഹുവചനം പശു തന്നെയാണ്. പശു യഹാം പാനി പീനെ ആത്തേ ഹൈ, മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. ഇവിടെയോ ജംഗൽ മേ രഹ്നെ വാലെ, കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. അപ്പോഴും ഈ വ്യക്തി, നാഗരിക്, പഹരേദാർ, ബാലക്, പശു ഇവയെല്ലാം തന്നെ
നൗണാണ്. അവയെ നമ്മൾ സഖ്യ എന്ന് പറയുന്നു. അവയെ ഒന്ന് കനം കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനും വേണ്ടി എടുത്ത് ആവർത്തിച്ച് പറയാനും വേണ്ടി നമ്മൾ അപ്പോഴും അർത്ഥം തന്നെയാണ്. അതിനെ നമ്മൾ ഇങ്ങനെ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഈ വാക്കുകളൊക്കെ നമ്മൾ ഈ നൗണുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ സഖ്യ പദബന്ധ് എന്നാണ് പറയുക. അപ്പോൾ നൗണിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിറകിൽ അണിനിരക്കുന്ന വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിനെ നിങ്ങൾ സഖ്യ പദബന്ധാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം സെൻറ്റൻസ് ചെയ്ത് വന്നാലും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർവനാം പദബന്ധാണ്. ഇതുപോലെ സർവനാമത്തിന് ഉണ്ടായാൽ മതി. നോക്കൂ മക്കളെ, സർവനാം പദബന്ധ് എന്താ? സർവനാം പദബന്ധ് സർവനാം കാ കാം കർണേ വാല പദബന്ധ് സർവനാം പദബന്ധ് കലാത്തെ. സർവനാമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സെന്റൻസിന് ഉണ്ടെങ്കിൽ അത് പദങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ, സർവനാമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ പിറകിൽ വശത്ത് പദങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് സർവനാം പദബന്ധം എന്ന് പറയും. ഇസ്മേ പൂരാ വാക്യ ഖണ്ഡ് കിസി സർവനാം ശബ്ദസേ സംബന്ധിക്കുക. ആ പിറകിൽ അണിനിരക്കുന്ന എല്ലാ വാക്കുകളും സർവനാമത്തിന് കീഴ്പ്പെട്ടും കടപ്പെട്ടും ഇരിക്കുന്നതായിരിക്കും. ഉദാഹരണം നോക്കിക്കോളൂ. വ ആജ് ശാന്ത് ഹേ, അവൻ ഇന്ന് ശാന്തനാണ്. ആ അവന്റെ പിറകിൽ കുറെ വാക്കിനെ നിർത്തി. ഹമേഷ ഷോർ കർണേവാല, എപ്പോഴും ബഹളം കൂട്ടുന്ന. വഹ് അവൻ ആജ് ശാന്ത് ഹേ, ഇന്ന് ശാന്തനാണ്. വഹ് എന്ന് പറഞ്ഞ പ്രോനൗണിനാണ്. വഹ് എന്ന് പറഞ്ഞ പ്രോനൗണാണ്. അത് സർവനാമത്തിനാണ്. അതിനെ ബലപ്പെടുത്താൻ വേണ്ടി പിറകിൽ വാക്ക് നിർത്തി. അപ്പോഴും അർത്ഥം തന്നെയല്ലേ. ആപ്പ് അബ് നാരാസ് ഹേ, നിങ്ങളിപ്പോൾ ദേഷ്യത്തിലാണ്. ആ നിങ്ങൾ എന്ന് പറയുന്നത് പ്രോനൗണാണ്. അതിൻ്റെ പിറകിൽ നോക്ക്. സദാ മുസ്കുരാനേ വാല, എപ്പോഴും പുഞ്ചിരിക്കുന്ന. ആപ്പ് അബ് നാരാഷ് ഹേ, താങ്കൾ ഇപ്പോൾ ദേഷ്യത്തിലാണ്. ഈ സെന്റൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകുക സർവനാമ നൗണിൻ്റെ സ്ഥാനത്ത് നമ്മൾ സർവനാമത്തിനാണ് എങ്കിൽ, അതായത് പ്രോനൗണുകളാണ് എങ്കിൽ, ഇവിടെ നമ്മൾ ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടി കരുപ്പെടുത്താൻ വേണ്ടി ഇത്ര വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിനെ നമുക്ക് എന്ത് പറയാം? സർവനാം പദബന്ധ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. നോക്കൂ മക്കളെ, സർവനാം പദബന്ധിൻ്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ കുറേ സർവനാമം കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ഞാൻ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. തും ശാന്ത് ക്യോം ഹോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ശാന്തനായി നിൽക്കുന്നത്? നിങ്ങൾ എന്നുള്ളതിൻ്റെ പിറകിൽ കുറേ വാക്ക് നമ്മൾ എടുക്കുക. കച്ചാമേ ഷോർ മച്ചാനേ വാലെ തും, ക്ലാസ്സിൽ എപ്പോഴും ബഹളം കൂട്ടുന്ന തും ശാന്ത് ക്യോം ഹോ, എന്തുകൊണ്ടാണ് ശാന്തനായി നിൽക്കുന്നത്? അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ശാന്തനാവെന്ന് അർത്ഥം വരുന്നുള്ളൂ. അപ്പം സർവനാമത്തിൻ്റെ പിറകിൽ കുറേ വാക്ക് വന്നു. അപ്പം സർവനാമവുമായിട്ട് പദങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സർവനാം പദബന്ധം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ആപ്പ് ചുപ് ക്യോം ഹോ, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? ഉത്തരം നോക്ക്. ഷേർ കി തരഹ് ഗജർ ഗർജനെ വാലെ ആപ്പ് ചുപ് ക്യോം ഹേ. ഷേർ കി തരഹ്, സിംഹത്തെ പോലെ, ഗർജനെ വാലെ, ഗർജിക്കുന്ന. ആപ്പ് താങ്കൾ, ചുപ് ക്യോ ഹോ, മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? താങ്കൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അതേ സെന്റൻസ് തന്നെയാണ്. സിംഹത്തെ പോലെ ഗർജിക്കുന്ന താങ്കൾ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഈ ആപ്പുമായി കടപ്പെട്ടും കീഴ്പ്പെട്ടും കിടക്കുന്നു ബാക്കിയുള്ള വാക്കുകൾ. അപ്പം നമുക്ക് സർവനാം പദബന്ധം എന്ന് പറയാം. കുച്ച് അംഗ്രേസി ജാൻതേ ഹേ, കുറച്ച് ആളുകൾക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. കുച്ച് അംഗ്രേസി ജാൻതേ, കുറച്ച് ആളുകൾക്ക് ഹിന്ദീസ് അറിയാം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് ഹിന്ദി ഇംഗ്ലീഷ് അറിയാം. അവിടെ നോക്ക്. ഗാവ് സേ ആയേ മസ്ദൂരോം സേ, ഗ്രാമത്തിൽ നിന്ന് വന്ന തൊഴിലാളികളിൽ കുച്ച് അംഗ്രേസി ജാൻതേ, കുറച്ച് ആളുകൾക്ക് ഹിന്ദി അറിയാം. അപ്പോഴും കുറച്ച് ആൾക്ക് ഹിന്ദി അറിയാം, സർവനാമം തന്നെയാണ് വരുന്നത്. വ ഗാവുമേ പഠിത്താ ഹെ, അവൻ ഗ്രാമത്തിൽ വസിക്കുന്നു. ഗാവുമേ പഠിത്താ ഹെ, അവൻ ഗ്രാമത്തിൽ പഠിക്കുന്നു. ആ അവനെ ഒന്നുകൂടി പരിപോഷപ്പെടുത്താനും ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് വാക്കാണ്. ജോ ബച്ച കൽ ആയാദ, ഏതൊരു കുട്ടിയാണോ ഇന്നലെ അവിടെ വന്നത്, വ ഗാവുമേ പഠിത്താ ഹെ, അവൻ ഗ്രാമത്തിൽ പഠിക്കുന്നു. അപ്പൊ പിന്നോട്ട് കിടക്കുന്ന പദബന്ധങ്ങളൊക്കെ ഈ സർവനാമത്തിന് കീഴ്പ്പെട്ടും ബന്ധപ്പെട്ടും കിടക്കുന്നു. അടുത്ത നോക്ക്. കോയി നെഹിയായ, ആരും വന്നില്ല. കോയി നെഹിയായ, ആരും വന്നില്ല. അപ്പോൾ ഇവിടെ ചേർത്തു. ആപ്കെ മിത്രോം സേ, താങ്കളുടെ സുഹൃത്തുക്കളിൽ, കോയി നെഹിയായ, ആരും വന്നില്ല. ഇവിടെ തും എന്നും ആപ്പ് എന്നും കുച്ച് എന്നും വഹ് എന്നും യഹ് കോയി എന്നുമുള്ള സെന്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അർത്ഥം തന്നെയാണ് ബാക്കിൽ കുറേ വാക്കുകൾ വന്നപ്പോഴും അർത്ഥം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സെന്റൻസിൽ ബാക്കിൽ ഇങ്ങനെ വരുന്ന വാക്കുകൾ തൊട്ട് മുൻപിൽ കിടക്കുന്ന പ്രോനൗണുകളുമായി ബന്ധപ്പെട്ടും കീഴ്പ്പെട്ട് കിടക്കുന്ന വാക്കുകളായതുകൊണ്ട് അതിനെ നമുക്ക് സർവനാമ പദബന്ധങ്ങൾ എന്ന് പറയാം. ഇങ്ങനെ ഏതെങ്കിലും സെന്റൻസ് കണ്ടാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കുക ആ സെന്റൻസ് ഒക്കെ പോയിട്ട് സർവനാമമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന അതിന് കീഴ്പ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് സർവനാമ പദബന്ധങ്ങളാണ്. മക്കളെ, ഇനി നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ളത് വിശേഷൻ പദബന്ധാണ്. എന്താണ് വിശേഷൻ പദബന്ധ്? വിശേഷൻ കെ കാര്യ കർണേ വാല പദബന്ധ് വിശേഷൻ പദബന്ധ് കലാത്തയെ. അഡ്ജക്റ്റീവായി പ്രയോഗിക്കപ്പെടുന്ന വാക്കുകളെ നമ്മൾ, അഡ്ജക്റ്റീവിന് പ്രയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയുന്നു? വിശേഷൻ പദബന്ധം എന്ന് പറയും. ഉദാഹരണം നോക്കൂ. ഇസ്മേ ശീർഷ പദ് വിശേഷण होता है, മെയിൻ വാക്ക് വിശേഷണായിരിക്കും.
ശേഷപദ് ആശ്രിതത്തെ, പിന്നീട്ടത് ആശ്രിത പദമായിരിക്കും. ഓക്കെ, നോക്ക്, സുന്ദർ എന്നുള്ളത് മെയിൻ വിശേഷണമാണ്, മീഠ എന്ന് പറയുന്നത് വിശേഷണമാണ്. അതിന് കീഴ്പ്പെട്ടും ആശ്രിതമായി കിടക്കുന്ന രണ്ട് പദങ്ങൾ നോക്ക്. ബഹുത്ത് അത് വിശേഷണമാണോ എന്ന് ചോദിച്ചാൽ ബഹുത്ത് വളരെ എന്ന് വെച്ചാൽ വിശേഷണമാണോ എന്ന് ചോദിച്ചാൽ സുന്ദർ എന്ന് പറയുന്ന വിശേഷണത്തിന് കീഴ്പ്പെട്ട് കിടക്കുന്ന ആശ്രിത പദം എന്നാണ് അതിനെ പറയുക. ജ്യാദ കൂടുതൽ, മീഠ മധുരമുള്ളത്. അപ്പോൾ നോക്ക്, ബഹുത്ത് സുന്ദർ എന്ന് പറയുമ്പോൾ സുന്ദർ എന്നാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ശീർഷപദം. ശീർഷപദം മുൻപിൽ തന്നെ വന്നോളം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇവിടെയും ശീർഷപദം വരികയൊക്കെ ചെയ്യാം. നമുക്ക് വേറെ ഉദാഹരണങ്ങൾ മനസ്സിലാവും. സുന്ദർ, ബഹുത്ത് സുന്ദർ, വളരെയധികം സുന്ദരമായത്. അവിടെ നമുക്ക് സുന്ദർ എന്ന് പറയുന്നത് നൗണല്ല, സുന്ദർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് അല്ല, അഡ്ജക്റ്റീവാണ്. സുന്ദർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്, ഒരിക്കലും അത് നൗണോ അല്ല, അതുപോലെ തന്നെ പ്രോനൗണോ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സൗന്ദര്യം എന്നുള്ളതിനെ സുന്ദർ എന്നുള്ള അഡ്ജക്റ്റീവിന് കീഴ്പ്പെട്ടും അതിനെ കരുത്തു കൂട്ടാനും വേണ്ടി പിറകിൽ വാക്ക് വെച്ചിരിക്കുമ്പോൾ ബഹുത്ത് സുന്ദർ എന്നുള്ളതിൽ നമ്മൾ എന്താണത്? വിശേഷൺ പദബന്ധാണ്. ജ്യാദാ മീഠ എന്ന് പറഞ്ഞാൽ കൂടുതൽ മധുരമുള്ളത് എന്ന് പറഞ്ഞാൽ മധുരത്തിനെ കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടി ബേക്കിൽ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് എന്താണ്? വിശേഷൺ പദബന്ധാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കുക. വിശേഷൺ പദബന്ധ ഉദാഹരണം: ഖായൽ ഖിലാഡി ഗിർപട, മുറിവേറ്റ കളിക്കാരൻ വീണു. മൈതാൻ മേ ഖായൽ ഖിലാഡി ഗിർപട, മൈതാനത്തിൽ മുറിവേറ്റ കളിക്കാരൻ വീണു. ഓക്കെ, അവിടെ നോക്ക്. കാർഖാനെ മേം കാം കർണേ വാല മസ്ദൂർ, ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളി അപ്പനെ ഗർ ചലാ ഗയ, തൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ അടുത്ത നോക്ക്. ബർഗദ് കി ഗനി ഓർ ഠണ്ഡി ഛായാസെ, ബർഗദ് വടവൃക്ഷത്തിൻ്റെ അല്ലെ അരയാവൃക്ഷത്തിൻ്റെ ഗനി ഓർ ഠണ്ഡി ഛായാസെ, ഇടതൂർന്നതും തണുപ്പുള്ളതുമായ തണലിൽ പതികക്കോ ബോത്ത് ശാന്തി മിലി, യാത്രക്കാരന് ഒരുപാട് തണുപ്പ് കിട്ടി. നദി മേ കൂദനെ വാല ബാലക് ബോത്ത് ബഹാദുർ ഹെ, കൂദനെ വാല, നദി മേ കൂദനെ വാല ബാലക് ബോത്ത് ബഹാദുർ ഹെ. ഓക്കെ, അടുത്തത് 2 കിലോ താജെ ഓർ മീട്ടെ, ഫ്രഷും മധുരമുള്ളതുമായ സേബ് ലയാവോ, ആപ്പിൾ കൊണ്ടുവരൂ. ഇവിടെ നമ്മൾ വിശേഷണ വാക്കാണ് എല്ലാം ഉപയോഗിച്ചത്. ഖായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ, ഖിലാഡി എന്ന് പറഞ്ഞാൽ കളിക്കാരൻ, കാം കർണേ വാല ജോലി ചെയ്യുന്ന മസ്ദൂർ തൊഴിലാളി, പിന്നെയോ ഖനി ഓർ ഠണ്ഡി ഛായാസെ, ഇടതൂർന്നതും തണുപ്പുള്ളതുമായ തണലിൽ, കൂദനെ വാല ബാലക്, ചാടുന്ന നദിയിലേക്ക് ചാടുന്ന പയ്യൻ. അടുത്തത് താജെ ഓർ മീട്ടെ സേബ്, ഇല്ലേ, താജെ ഓർ മീട്ടെ മധുരമുള്ളതും അതുപോലെ തന്നെ ഫ്രഷുമായ സേബ് ആപ്പിൾ. ഇവിടെ നോക്ക്, സേബ്, ആപ്പിൾ, ബാലക് കുട്ടി, ഛായാസെ ഇവിടെ പതിക് യാത്രക്കാരൻ, മസ്ദൂർ തൊഴിലാളി, ഖിലാഡി എന്നീ വാക്കുകൾക്ക്, എന്നീ നൗണുകൾക്ക് പിറകിലായിട്ട് വിശേഷണ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷൺ പദബന്ധ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, വിശേഷൺ പദബന്ധ് എന്നാണ്. ഓക്കെ, മൈതാൻ മേ ഖായൽ, മൈതാനത്തിൽ മുറിവേറ്റ ഖിലാഡി, മുറിവേറ്റ കളിക്കാരൻ, മുറിവേറ്റ കളിക്കാരൻ. അപ്പോൾ ഇവിടെ നൗൺ വന്നിരിക്കുന്നു, നൗണിൻ്റെ പിറകിൽ ഇവിടെ വിശേഷണം വന്നിരിക്കുന്നു, ഇവിടെ വിശേഷണം വന്നിരിക്കുന്നു, ഇവിടെ വിശേഷണം വന്നിരിക്കുന്നു, ഇവിടെ വിശേഷണം വന്നിരിക്കുന്നു, ഇവിടെ വിശേഷണം വന്നിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ നമുക്ക് എന്ത് പറയാം? വിശേഷൺ പദബന്ധ് എന്ന് പറയാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ക്രിയാപദബന്ധാണ് നാലാമത്തെ പഠിക്കാനുള്ള. ക്രിയാപദബന്ധ് ഏക് സെ അധിക ക്രിയാപദ് മിൽക്കർ, ഒന്നിലധികം പ്രവൃത്തി ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് ജഹാം ക്രിയാക്ക കാര്യ കർഹെ, എവിടെയാണോ ക്രിയയുടെ കാര്യം അവതരിപ്പിക്കുന്നത് ഉസേ ക്രിയാപദബന്ധ് കാത്തെ, അതിനെ ക്രിയാപദബന്ധം എന്ന് പറയും. അതായത് ഒരു കാര്യം നടക്കാൻ വേണ്ടി 2 ക്രിയാവാക്ക് ഉപയോഗിക്കാം. അപ്പോഴും ഒരു കാര്യത്തിൻ്റെ അർത്ഥമേ വരുന്നുള്ളൂ എങ്കിൽ 2 ക്രിയാവാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിലേതെങ്കിലും ഒരു ക്രിയാവാക്കിൻ്റെ അർത്ഥമേ വരുന്നുള്ളൂ എങ്കിലും മറ്റേ ക്രിയയും കൂടി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അർത്ഥം ഒന്നിനേ വരുന്നുള്ളൂ എങ്കിൽ അതിനെ ക്രിയാപദബന്ധം എന്നാ പറയാം. ഉദാഹരണത്തിന്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഇരുന്നു പോയി. ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്, പോവുക എന്ന് പറഞ്ഞാൽ വേറെ ക്രിയയാണ്. ഇപ്പോൾ ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ അയാൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പോയതാണോ? അല്ല, അവിടെ ഇരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട് പോവുകയല്ല, അവിടെ ഇരിക്കുക മാത്രമാണ്. എന്നാൽ ഇരുന്നു എന്നുള്ളത് ഒരു ക്രിയയാണ്, പോയി എന്നുള്ളത് വേറെ ക്രിയയാണ്. ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ എന്താണ്?
അവിടെ ഇരുന്നു എന്ന് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. ഉദാഹരണം നോക്കിയോ, മോഹൻ കിതാബ് പഠ് രഹാ ഹെ. മോഹനൻ കിതാബ് പഠ് വായിക്കുക, രഹാഹെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠ് രഹാ ഹെ. ഓക്കെ, ഇവിടെ ഇസ്മേ പഠ് എന്നുള്ളത് ശീർഷപദ് ഓർ രഹാഹെ ആശ്രിത പദ് ഹെ. ഇവിടെ മോഹൻ കിതാബ് പഠിത്താഹെ എന്ന് പറഞ്ഞാൽ മതി, പഠനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മോഹൻ ഇവിടെ പഠിത്താഹെ പഠിക്കുന്നു എന്ന് മതി, മോഹൻ ഇവിടെ പഠനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അവിടെ പഠ് എന്നുള്ള ശീർഷവും രഹാഹെ എന്ന് പറഞ്ഞ ആശ്രിത പദവുമാണ്. അങ്ങനെയാണ്. വേറെ ഉദാഹരണം നോക്കൂ, നമുക്ക് ക്ലിയർ ആവും. നോക്കൂ മക്കളെ, ജഹാജ് പാനിമേ ഡൂബ്താ ചലാ ഗയാ. കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. എന്നാൽ ജഹാജ് പാനിമേ ഡൂബ്താ മുങ്ങി ചലാ ഗയാ പോയി എന്നല്ല, മുങ്ങുകയും പിന്നെ പോവുകയും ചെയ്തു. കപ്പൽ മുങ്ങാതെ പോകുമ്പോൾ നമ്മൾ പോയി എന്ന് പറയാം, എന്നാൽ മുങ്ങിയാൽ നമ്മൾ മുങ്ങി എന്നും പറയാം. ഇവിടെ മുങ്ങാതെ പോകുമ്പോൾ നമ്മൾ കപ്പൽ പോയി എന്ന് പറയാം, മുങ്ങിയാൽ കപ്പൽ മുങ്ങി എന്ന് പറയാം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് കപ്പൽ മുങ്ങിപ്പോയി എന്നാ, മുങ്ങിയിട്ട് അടി കൂടെ പോയി എന്നല്ല, അവിടെ മുങ്ങിക്കിടക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ രണ്ട് വാക്ക് ഉപയോഗിച്ചു, രണ്ട് ക്രിയ. ചലാഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്, ഡൂബ്ത എന്ന് പറഞ്ഞാൽ മുങ്ങി എന്നാണ്. അപ്പോൾ ജഹാജ് പാനിമേയും കപ്പൽ വെള്ളത്തിൽ, ഡൂബ്ത ചലാഗയ എന്ന് പറഞ്ഞാൽ മുങ്ങി പോയി എന്നല്ല, മുങ്ങി എന്ന് തന്നെയാണ്. ഓക്കെ, രണ്ട് ക്രിയകൾ ഉപയോഗിച്ചപ്പോൾ ഒരു ക്രിയയുടെ അർത്ഥം വരുന്നുള്ളൂ. ബാലക് രോത്തെ രോത്തെ സോഗയ. കുട്ടി കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി. കുട്ടി ഉറങ്ങിപ്പോയി എന്നാണ് അർത്ഥം. കരഞ്ഞു എന്നുള്ളത് വേറെ വാക്കാ. അതിൻ്റെ അർത്ഥം കുട്ടി കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കുട്ടി ഉറങ്ങിപ്പോയി എന്ന് അർത്ഥം വരുന്നുള്ളൂ. ബാലക് രോഗയ എന്ന് പറയുന്നതും കുട്ടി രോത്തെ രോത്തെ രോഗയ എന്ന് പറയുന്നതും അപ്പോഴും പ്രവൃത്തി ഒന്നിനാ പ്രാധാന്യം വരുന്നത്, ഉറങ്ങുക എന്നുള്ളതിന്. നേരത്തെ കരഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യം. നദിക്ക് തേജ് ധാരാമേം. നദിയുടെ ശക്തമായ ഒഴുക്കിൽ പത്തർ ലുടുക്കത്തെ ചലേ ജാ രഹാതെ. ഉരുണ്ട് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? നദിക്ക് തേജ് ധാരാമേം പത്തർ. നദിയുടെ ശക്തമായ ഒഴുക്കിൽ കോണും മൂലയൊക്കെ ഉള്ള കല്ലുകൾ ഉരുണ്ട് മാറിക്കഴിഞ്ഞു എന്നാണ്. നദിയിലൂടെ വെള്ളമൊഴുകി കല്ലുകൾ ഉരുണ്ട് കഴിഞ്ഞു എന്നാണ്. എവിടെ ഉരുണ്ട് ലുടുക്കത്തെ ചലേ ജാ രഹേദേ, ഉരുണ്ട് പോവുകയായിരുന്നു എന്ന്, ഉരുളുകയായിരുന്നു എന്നാണ് അല്ലേ, ഉരുണ്ട് മാറുകയായിരുന്നു. ഛത്ത് സേ പതംഗ് ദിക്കായി ദേ രഹിയെ. ഛത്ത് സേ പതംഗ് ദിക്കായി ദേ രഹിയെ അല്ലേ. അപ്പൊ നിങ്ങൾ ഛത്ത് സേ വീടിന്റെ ടെറസിൽ കയറി നിന്നപ്പോൾ പതംഗ് ദിക്കായി ദേ രഹിഹെ, ദിക്കായി കാണപ്പെടുന്നു, ദേ രഹിഹെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ട് ദേ രഹിഹെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, കാണുന്നു എന്ന് മാത്രമാണ്. ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാ. അപ്പൊ നോക്ക്, ഛത്ത് സേ പതംഗ് ദിക്കായി ദേ രഹിഹെ. വീടിന്റെ ടെറസിൽ കയറിയപ്പോൾ പതംഗത്തെ കാണുന്നു എന്നാ, കണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, കാണുന്നു എന്നാ. ഓക്കെ, രാഹുൽ മൈതാൻ മേ ഖേൽ രഹാഹെ. രാഹുൽ മൈതാനത്തിൽ ഖേൽത്താഹെ എന്ന് മതി, ഖേൽ രഹാഹെ എന്നാവുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന രണ്ട് ക്രിയകൾ നോക്കൂടെ, രണ്ട് ക്രിയകൾ ഇങ്ങനെ വരുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ ഒരു ക്രിയയുടെ അർത്ഥമേ വരുന്നുള്ളെങ്കിൽ അതിനെ ക്രിയാപദബന്ധ് എന്നാ. ക്രിയയോട് ചേർന്ന് മറ്റൊരു ക്രിയ, ഇവിടെ ക്രിയയോട് ചേർന്ന് മറ്റൊരു ക്രിയ, ഇവിടെ ക്രിയയോട് ചേർന്ന് മറ്റൊരു ക്രിയ, അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ ക്രിയാപദബന്ധ് എന്നാണ് പറയുക. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അവിടെ ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ, ഇരുന്നു എന്നുള്ളതും ഞാൻ വീട്ടിൽ പോയി എന്ന് പറയുന്നതും രണ്ടും രണ്ട് ക്രിയയാണ്. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇരുന്നു പോയി എന്നതിൽ ഇരുന്നു എന്നുള്ള ശീർഷപദവും പോയി എന്നുള്ളത് ആശ്രിത പദമാണ്. പോയി എന്നുള്ളതിന് പോയി എന്നൊരു അർത്ഥം വരുന്നില്ല, ഇരുന്നു എന്ന അർത്ഥത്തിനോട് കീഴ്പ്പെട്ട് കിടക്കുന്ന വാക്കാണ്. ഓക്കെ മക്കളെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്താണ് ക്രിയാവിശേഷൻ പദബന്ധാണ്. ക്രിയാവിശേഷൻ പദബന്ധ് നോക്കൂ. ക്രിയാവിശേഷൻ പദ് की जगह प्रयुक्त करने वाले पद को क्रियाविशेषण पदबंध कहलाता है. ക്രിയയുടെ സ്ഥാനത്തിന് പകരം ക്രിയയുടെ വിശേഷണമായി പ്രയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ക്രിയാവിശേഷൻ പദബന്ധം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയോ, ഇസ്മേ ശീർഷ പദ് ക്രിയാവിശേഷൻ, ഇതിലെ പ്രധാന വാക്ക് ക്രിയാവിശേഷണവും ആശ്രിത പദ് പ്രവിശേഷൻ ബിയോത്തെ. ആശ്രിത പദത്തെ നമ്മൾ പ്രവിശേഷണം എന്നറിയപ്പെടും. ഉദാഹരണം നോക്കിയോ, ക്രിയാവിശേഷൻ പദബന്ധം നോക്കുകയാണെ, വഹ് ബഹുത്ത് ധീരെ ധീരെ ഉടാം. അവൻ എഴുന്നേറ്റു, പക്ഷേ വഹ് ബഹൂത്ത് വളരെ ധീരെ ധീരെ മെല്ലെ മെല്ലെ എഴുന്നേറ്റു. എഴുന്നേറ്റു എന്ന് പറയുന്ന ക്രിയയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു, മെല്ലെ മെല്ലെ. അപ്പം ക്രിയയെ വിശേഷിപ്പിച്ചതുകൊണ്ട് ക്രിയാവിശേഷനാണ്. നൗണിനെ വിശേഷിപ്പിച്ചാൽ വെറും വിശേഷണാവും. എന്നാൽ പ്രവർത്തനത്തെയാണ് വിശേഷിപ്പിക്കുന്നതിൽ ക്രിയാവിശേഷണാവും. ഇപ്പോൾ നോക്ക്, യഹാം ധീരെ ധീരെ ക്രിയാവിശേഷൻ ശീർഷപദാണ്, ബൗത്ത് എന്നത് പ്രവിശേഷനാണ്, ആശ്രിത പദമാണ്. ഓക്കെ, അങ്ങനെയാണ് നോക്കിയോ. വ സുബഹ് സേ ശ്യാം തക്ക് കാം കർത്താ രഹ. കാം കർത്താ രഹ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനെ ശ്യാം തക്ക് എന്നുള്ളത് വാക്ക് പ്രയോഗിച്ചു, സുബഹ് സേ എന്ന് വെച്ചു. അങ്ങനെ വരികയാണെങ്കിൽ ശ്യാം തക്ക് എന്ന് പറയുന്നത് സുബഹ് സേ എന്നുള്ളതും നിങ്ങൾക്ക്
ക്രിയാവിശേഷനാണ്. ക്രിയാവിശേഷനിൽ തന്നെ ഈ ശീർഷപദത്തിനെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ക്രിയാവിശേഷണത്തിലെ ശീർഷപദം എന്നും രണ്ടാമത്തേനെ ആശ്രിത പദം എന്നും പറയുകയും ചെയ്യാം. മേ കൽ രാത്ത് 10 ബജെ തക്ക് പहुंच जाऊंगा. ഞാൻ നാളെ രാത്രി 10 മണിയാകുമ്പോൾ എത്തിച്ചേരുമെന്ന് പറയുന്ന വാക്ക് ക്രിയയെ 10 ബജെ തക്ക് 10 മണിയാകുമ്പോഴേക്കും, അതും കൽ രാത്ത് എന്ന് നാളെ രാത്രി എന്നും പറയുന്നു. അപ്പോൾ 10 മണിയാകുമ്പോൾ എന്നുള്ള ശീർഷപദവും ഇത് ആശ്രിത പദവുമാവുന്നു. ക്രിയയെ വിശേഷിപ്പിച്ചുകൊണ്ട് ക്രിയാവിശേഷണാവുകയും ചെയ്യും. അടുത്തത് വ ഗുസ്സേ സെ ദാന്ത് പീസ്താ ഹുവാ ദൗഡാ. ദൗഡ എന്ന് പറഞ്ഞ ക്രിയയാണ്. ആ ക്രിയയെ ദാന്ത് പീസ്താ ഹുവ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് എന്ന് ഗുസ്സേസെ ദേഷ്യത്തോടുകൂടി പല്ലും കടിച്ചു പിടിച്ച് ഓടി എന്നാണ് വേണ്ടത്. ഓടുക എന്ന് പറഞ്ഞ ക്രിയയെ വിശേഷിപ്പിച്ചു ദാന്ത് പീസ്താ ഹുവ എന്ന്. അതിനെ വീണ്ടും ഒരു വിശേഷണം ആയിട്ട് വേറൊരു വാക്ക് വെച്ചു ഗുസ്സേസെ എന്ന്. അപ്പോൾ ഇത് ക്രിയയെ വിശേഷിപ്പിച്ചുകൊണ്ട് ക്രിയാവിശേഷൻ പദബന്ധാണ് ഈ സെന്റൻസ് മൊത്തം. അപ്പോൾ ഇത് ശരിക്കും വഹ് ദൗഡ എന്ന സെന്റൻസേ ഉള്ളൂ. വഹ് ദൗഡ, അവൻ ഓടി. അവഹ് ദൗഡ, അവൻ ഓടി. അതിനെ ഓടുക എന്നുള്ളതിനെ അവനെ വിശേഷിപ്പിച്ചു ദാന്ത് പീസ്താ ഹുക, പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ആ വിശേഷണ വാക്കിനെ കീഴ്പ്പെട്ടുകൊണ്ട് മറ്റൊരു വിശേഷണ വാക്ക് വെച്ചു ഗുസ്സേസെ. അത് ആശ്രിത പദവുമാണ് അല്ലേ? അതെന്താണ്? പ്രവിശേഷനാണ്. ആശ്രിത പദം അതിൻ്റെ ആശ്രിത പ്രവിശേഷനാണ്. അപ്പോൾ ഇത് ശീർഷപദമാണ്, മറ്റേതെന്താണ്? പ്രവിശേഷണമാണ്. അപ്പോൾ വ ഗുസ്സേസെ ദാന്ത് പീസ്താ ഹുവ ദൗഡ, അവൻ ദേഷ്യത്തോടുകൂടി പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടി. ഓടുക എന്ന വെർബിനെ വിശേഷിപ്പിച്ചു. അതിനൊരു ആശ്രിത പദവും ഉണ്ട്. അടുത്ത കച്ചുവ ബൗത്ത് ധീരെ ധീരെ ചൽത്താ. കച്ചുവ ആമ ചൽ രഹാദ, നടക്കുന്നുണ്ടായിരുന്നു. അതാണ് സെന്റൻസ്. ക്രിയാ സെന്റൻസ് ആണ്, ക്രിയാവാക്യമാണ്. കച്ചുവ ചൽ രഹാദ, ആമ നടക്കുന്നുണ്ടായിരുന്നു. ക്രിയാ സെന്റൻസ് ആണ്. അതിനെ ആ ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. അപ്പം എന്താവും? ധീരെ ധീരെ എന്ന വാക്ക് വെച്ചു. ധീരെ ധീരെ എന്ന് വെച്ചു. അപ്പം എന്ത്? ധീരെ ധീരെ എന്ന് മാത്രമായിരുന്നെങ്കിൽ ക്രിയാവിശേഷൻ എന്ന് പറയും അല്ലേ? കച്ചുവ ധീരെ ധീരെ ചൽ രഹാ എന്ന് പറഞ്ഞാൽ വിശേഷൻ പദബന്ധായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ബൗത്ത് എന്നുള്ളൊരു വാക്കുകൂടി വെച്ചു. അപ്പോൾ ഇതെന്തായി? ഈ വിശേഷണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മറ്റൊരു വിശേഷണ വാക്കുകൂടി വെച്ചപ്പോൾ ഈ സെന്റൻസ് മൊത്തത്തിൽ ക്രിയാവാക്യമാണെങ്കിലും അത് ക്രിയാപദബന്ധാണ്. ക്രിയാവിശേഷൻ പദബന്ധാണ്. ക്രിയയെ വിശേഷിപ്പിച്ച പദബന്ധാണ്. ഓക്കെ, ക്രിയാപദബന്ധം നമ്മൾ പഠിച്ചു. ക്രിയാവിശേഷൻ പദബന്ധാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് മനസ്സിലായാൽ പദബന്ധ് വീണ്ടും നിങ്ങൾ ക്ലാസ് കേൾക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീഡിയോകളായിട്ട് വീണ്ടും വരും. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതെല്ലാം ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് രേഖപ്പെടുത്തുക. അതൊക്കെ വീണ്ടും നമ്മൾ എപ്പിസോഡുകളായി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ബൈ.